അങ്ങനെ ഞങ്ങൾ ഡോണർ കട കണ്ടുപിടിച്ചു. CC ഡോണർ. അതിനുവേണ്ടി നമ്മൾ ഡോണർ കടയിലേക്ക് പോകാൻ വേണ്ടി ക്യാമ്പ് പിടിച്ചിരിക്കുകയാണ്. പിനാനെ ഫിഷർ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ കട കണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്കി അങ്ങനെ ഞങ്ങൾ CC ഡോണറിലെത്തി. ഡോണർ മേടിക്കുകയാണ്. ഡോണർ കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ഡോണർ കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോണർ. എന്തോരം കിട്ടിയാലും ഞാൻ ഡോണർ ഞാൻ ചിക്കൻ ഡോണറാണ് മേടിച്ചിട്ടുള്ളത്. ഹായ്, let's go to Frauen Kirche. ഫ്രൗവൻ കിർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. വളരെ ഒരു പുരാതനമായിട്ടുള്ള ഒരു രീതിയിലുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാ കണ്ടോ, ഈ കുതിര സവാരി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങോട്ട് നമുക്കതിൽ കയറി യാത്ര ചെയ്യാം. സോ അതൊക്കെ നമ്മുടെ ഒരു പഴമയാണ് നമ്മൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. സോ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ട് പോകും. നമ്മളപ്പോൾ ഫ്രൗവൻ കിർച്ചയിലേക്കുള്ള വഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ ധാരാളം ഷോപ്പ് ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഈ രണ്ട് സൈഡിലായിട്ട്. സോ കൂടുതലും ഈ സ്വീറ്റ്സിൻ്റെ സ്റ്റോൾസാണ് ഉള്ളത്. പൊതുവേ നമ്മുടെ ജർമ്മനിയിൽ കൂടുതലായിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ സ്വീറ്റ്സാണ്. സോ കുറേ സ്വീറ്റ് ഷോപ്പും അതുപോലെ തന്നെ ബിയറിൻ്റെ ഷോപ്പുകളുണ്ട്, ഡ്രസ്സുകളുടെ ഷോപ്പുകളുണ്ട്. എല്ലാം നമുക്ക് ഈ രണ്ട് സൈഡിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വഴിയിലൂടെ നോക്കുന്നത് പോവാം. സോ ഇതൊരു സുവനീർ ഷോപ്പാണ്. നമുക്ക് ഡ്രസ്സിൻ്റെയും അതുപോലെ തന്നെ ജർമ്മനിയിലത്തെ കൺട്രീസിൻ്റെയും എല്ലാം സുവനീർസ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഈ കണ്ടോ, മഗ്ഗുകളും പെൻസില്, പെന്ന്, കപ്പുകൾ, കുറേ കീ ചെയിൻസ്. ഇതൊക്കെയാണ് നമ്മൾ പോയ സ്ഥലങ്ങൾ. ഇതാണ് നമ്മൾ പോയ സൺസി ഗൾഫ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഡ്രസ്തൻ സീരീസിൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫ്രൗവൻ കിർച്ചയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കിർച്ചെ മീൻസ് നമ്മുടെ ജർമ്മൻ വേർഡാണ് കിർഷെ. കിർഷെ മീൻസ് ചർച്ച് എന്നാണ് അർത്ഥം. അപ്പോൾ എൻ്റെ ബാക്കിൽ നിന്ന് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഫ്രൗവൻ കിർച്ചെ. സോ ഈ കിർച്ചയെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ 18th സെഞ്ച്വറിയിലാണ് ഈ ഒരു കിർച്ചെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണിത്. സോ ഇത് ഇനോമറസ് ആയിട്ടുള്ള സ്റ്റോൺ ഡോം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ഈ ഒരു ചർച്ച് മുഴുവനായിട്ടും എന്ത് തകർന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കുറേ വർഷങ്ങളോളം അത് ആ ഒരു യുദ്ധസ്മാരകമായിട്ടാണ് ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2005 നമ്മൾ ഇപ്പോൾ ഇതുപോലെ
ഇപ്പോൾ ഈ കാണുന്ന പോലെ അവർ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഫ്രോവൻ കിർച്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു പള്ളിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാസ്റ്റർ പീസ് ഓഫ് ആൻ ആർക്കിടെക്ചർ ആൻഡ് ഓൾസോ എ സിമ്പിൾ ഓഫ് പീസ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു പീസ് ഫീലിംഗ് ആണ് നമുക്കത് കാണുമ്പോൾ തന്നെ. സോ അതിന് ഇതിൻ്റെ ആർക്കിടെക്ചർ പരമായിട്ടും യൂറോപ്പിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പള്ളിയാണത്. സോ അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഉള്ളിലേക്ക് ചെന്നിട്ട് കാണാം. ഇങ്ങോട്ട് നടക്കുന്ന വഴിയിലാണ് ഈ ഒരു പണ്ണീനെ ശ്രദ്ധിച്ചത്. അത് പാണ്ഡ്യാന്ന് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ എന്തായാലും മനുഷ്യരാണ് ഉള്ളത്. പക്ഷേ നല്ല ഭംഗിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടം. എല്ലാ കുട്ടികളും വന്ന് ഫോട്ടോ എടുക്കുന്നു. സോ സ്വീറ്റ്. അങ്ങനെ നമ്മൾ ഫ്രോവൻ കിർച്ചയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. എൻട്രൻസിനോട് എത്തിയിരിക്കുകയാണ്. സോ നമ്മൾക്ക് ഇതിനകത്ത് കയറണമെങ്കിൽ എൻട്രൻസ് ഫീസ് ഒന്നുമില്ല. സോ നമുക്ക് അകത്ത് കയറാം. എന്നിട്ട് അകത്ത് കയറി ബാക്കി വിഷയം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ എത്ര മനോഹരമാണെന്ന് നോക്കി. മാസ്റ്റർ പീസ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും. എത്ര മനോഹരമായിട്ടുണ്ട് അതിൻ്റെ ആർക്കിടെക്ചർ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. കണ്ടില്ലേ, ധാരാളം ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് ശരിക്കും ഒരു മൈൻഡ് കാമാക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അടിപൊളി.
അപ്പോൾ നമ്മുടെ ഈ ഫ്രൗവൻ കിർച്ചയുടെ ഉള്ളിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്നിട്ട് ക്യാൻഡിൽസ് കത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ധാരാളം പേര് അവിടെ ഇങ്ങനെ ക്യാൻഡിൽ കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ചെറിയ ATM മെഷീൻ പോലെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് €1 €2 €3 €4 നമുക്ക് എന്താണോ കംഫർട്ട് അത്രയും പൈസ നമുക്കവിടെ കൊടുത്തിട്ട് നമുക്കതിൽ നിന്നിട്ട് ക്യാൻഡിൽ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി കത്തിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ഒരു ചെറിയ ഒരു ഡൊണേഷൻ വളരെ മനോഹരമായിട്ടാണ് തോന്നിയത്. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് മടങ്ങിപ്പോരാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നമ്മൾ ഫ്രൗവൻ കിർച്ചയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ ഒരു 7 മണി അടുത്തായിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ നിന്ന് ഡ്രസ്തനിൽ നിന്നിട്ട് യാത്ര പറയുകയാണ്. നമ്മൾ ബാക്ക് ടു ബെർലിനിലേക്ക് പോവുകയാണ്. സോ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് മിസ് ബാൾ ടു